ബോളിവുഡിന് അതിൻ്റേതായിട്ടുള്ള ചില അതിൻ്റെ ശത്രുക്കളെ അത് ഉണ്ടാക്കിയിരുന്നു. അതൊന്ന് ഈ പറയുന്നതിൻ്റെ ഈ അധോലോകത്തിൻ്റെ ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വാധീനമാണ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ പണം വെളുപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ബോളിവുഡ് എന്ന രീതിയിൽ പ്രചാരണം ശിവസേന നടത്തിയിരുന്നു. അത് RSS നന്നായിട്ട് പിൽക്കാലത്ത് ഏറ്റെടുത്ത് നടത്തിയിരുന്നു. ഈ ഖാൻമാർ വന്നത് തന്നെ ദാവൂദ് ഇബ്രാഹിം സപ്പോർട്ട് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നല്ലത് ഈ ഷാരൂഖ് ഖാന് ഈ സൽമാൻ ഖാൻ്റെ അച്ഛൻ പണ്ടേ ഈ ദാവൂദ് അവിടെ ഒന്നും ആകുന്നതിന് മുമ്പ് അവിടുത്തെ ഫിലിം ഇൻഡസ്ട്രി പ്രധാനപ്പെട്ട ഹെലനെ കല്യാണം കഴിച്ചതൊക്കെ അദ്ദേഹമാണ്. ഈ സൽമാൻ ഖാൻ്റെ അച്ഛനാണ്. അത് രണ്ടാമത്തെ ഭാര്യയാണ് ഹെലൻ. അമീർ ഖാൻ്റെ വാപ്പയും അവിടെ വളരെ കാലമായിട്ട് സിനിമ പാസി തിയേറ്ററിലൊക്കെ ഉള്ള ആളാണ്, അമ്മാവനും ഒക്കെ തന്നെ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആ കാലഘട്ടത്തിൽ ദിലീപ് കുമാർ മുസ്ലിമായിരുന്നു. പക്ഷേ ദിലീപ് കുമാറിൻ്റെ പേരോട് അത് മുസ്ലിം ആരും തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ദിലീപ് കുമാറും രാജ്കുമാറും തമ്മിലായിരുന്നു മത്സരം. അത് കഴിഞ്ഞ് 90s കൂടി ഈ പറയുന്ന ഖാൻ കുടുംബങ്ങളിൽ നിന്ന് അമീർ ഖാൻ ഇവരെല്ലാവരും വന്നു തുടങ്ങിയത് ഇവരന്ന് ആ സമയത്ത് തന്നെ കുറച്ച് വൈകിട്ടാണ് സുനിൽ ഷെട്ടിയും അക്ഷയ് കുമാറും ഒക്കെ വരുന്നു. അവർക്ക് അവരുടേതായ ഒരു നീഷ് ഉണ്ടാകും. എസ്പെഷ്യലി കുറച്ച് കഴിഞ്ഞ് ഋതിക് റോഷൻ വരുന്നു. ഋതിക് റോഷൻ ഓവർനൈറ്റ് സ്റ്റാറാവുന്നു. ഷാരൂഖിന് ലേറ്റായിട്ട് വന്നത്. ഷാരൂഖ് നെഹ്റു കുടുംബമായിരുന്നു, അവിടെ കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ്. അപ്പോൾ ദൂരദർശനിലെ സീരിയലുകൾ വഴിയായിട്ടാണ് ഷാരൂഖ് വരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു. പിന്നെ